writing is too much fun. It's too wonderful and it's too solitary, and I enjoy that time so much that I need it, because when you go to make the movie, that's a group experience, and so you need the alone time. So when I write, it's wonderful. സമാനതകളില്ലാത്ത കാഴ്ചപ്പാടിന്റെയും കഥ പറച്ചിലിന്റെയും മികവുറ്റ ചലച്ചിത്രകാരൻ പോൾ തോമസ് ആൻഡേഴ്സൺ സിനിമയുടെ മണ്ഡലത്തിലെ സർഗാത്മക ചാതുര്യത്തിന്റെ ഒരു സിംബലാണെന്ന് പറയാം. ആഴത്തിലുള്ള ആഖ്യാനങ്ങൾ, ശ്രദ്ധേയമായ ദൃശ്യങ്ങൾ, കോംപ്ലക്സ് ആയ ക്യാരക്ടർ സ്റ്റഡീസ് എന്നിവയ്ക്ക് പേരുകേട്ട ആൻഡേഴ്സൺ സമകാലിക ചലച്ചിത്ര നിർമ്മാണത്തിലെ ഏറ്റവും പ്രശസ്ത സംവിധായകരിൽ ഒരാളായി ഇടം നേടിയിട്ടുണ്ട്. അതിരുകൾ നീക്കുന്നതിനും മനുഷ്യ സങ്കീർണതകൾ പര്യവേഷണം ചെയ്യുന്നതിനും ട്രഡീഷണൽ സ്റ്റോറി ടെല്ലിംഗ് റൂൾസിനെ വെല്ലുവിളിക്കുന്നതിനുമുള്ള പ്രതിബദ്ധതയാണ് അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ പ്രതിഫലിക്കുന്നത്. 1970 ജൂൺ 26 കാലിഫോർണിയയിലെ സ്റ്റുഡിയോ സിറ്റിയിൽ ജനിച്ച ആൻഡേഴ്സൺ തന്റെ ഭാവി ജീവിതം സിനിമ തന്നെയാണെന്ന് പണ്ട് മുതലേ തീരുമാനിച്ചിരുന്നു. തന്റെ പിതാവിന്റെ സൂപ്പർ 8 ക്യാമറയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആദ്യകാല എക്സ്പോഷർ ദൃശ്യമാധ്യമത്തോടുള്ള അദ്ദേഹത്തിന്റെ ആകർഷണം ആളിക്കത്തിച്ചു. ഇത് അദ്ദേഹത്തിന്റെ ഭാവി കരിയറിന് അടിത്തറ പാകി. ഹൈസ്കൂളിൽ ചലച്ചിത്ര നിർമ്മാണത്തിൽ പരീക്ഷണം നടത്തിയ ശേഷം ആൻഡേഴ്സന്റെ ആഗ്രഹവും തീരുമാനവും ന്യൂയോർക്ക് സിറ്റിയിലെ ഫിലിം സ്കൂളിൽ ചേരാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. അവിടെ അദ്ദേഹം തന്റെ ക്രാഫ്റ്റ് മെച്ചപ്പെടുത്തുകയും തന്റെ വ്യതിരിക്തമായ സംവിധാന ശബ്ദം വികസിപ്പിക്കുകയും ചെയ്തു. മാർട്ടിൻ സ്കോർസെസി, റോബർട്ട് ആൾട്ട്മാൻ എന്നിവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഷോർട്ട് ഫിലിംസുകളുടെ ഒരു പരമ്പരയിലൂടെ തന്റെ കരിയർ ആരംഭിച്ച അദ്ദേഹം ക്യാമറയ്ക്ക് പിന്നിലെ അസാധാരണമായ കഴിവുകൊണ്ട് ശ്രദ്ധ നേടി. 1996 ഹാർഡ് 8 എന്ന ചിത്രത്തിലൂടെ സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചത് ശ്രദ്ധേയമായ ഒരു കരിയർ പാതയുടെ തുടക്കമായി. എന്നിരുന്നാലും ബൂഗി നൈറ്റ്സ് എന്ന ചിത്രത്തിലൂടെയാണ് ആൻഡേഴ്സന്റെ കഴിവ് വ്യാപകമായ അംഗീകാരം നേടിയത്. അദ്ദേഹത്തിന്റെ ആദ്യ ഫീച്ചർ ഫിലിമായ ഹാർഡ് 8 കഥാപാത്രങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള കഥ പറച്ചിലിന് അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം പ്രകടമാക്കി. ആൻഡേഴ്സന്റെ ഏറ്റവും പ്രശസ്തമായ സൃഷ്ടികളിൽ ഒന്നാണ് ഡാനിയൽ ഡേ ലൂയിസ് ഒരു മാസ്മരിക പ്രകടനത്തിലൂടെ അവതരിപ്പിക്കുന്ന ദെയർ വിൽ ബി ബ്ലഡ്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അമേരിക്കയിലെ എണ്ണ കുതിച്ചുചാട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ അത്യാഗ്രഹം, അഭിലാഷം, മനുഷ്യാവസ്ഥ എന്നിവയുടെ ഈ ഇതിഹാസ കഥ ആൻഡേഴ്സന്റെ വിദഗ്ധമായ സംവിധാനവും ഉണർത്തുന്ന ഛായാഗ്രഹണവും വേട്ടയാടുന്ന സ്കോറും പ്രദർശിപ്പിച്ചു. ചിത്രത്തിന്റെ പല ദൃശ്യങ്ങളും ഡേ ലൂയിസിന്റെ അതിഗംഭീര പ്രകടനവും വ്യാപകമായ നിരൂപക പ്രശംസയും ഒന്നിലധികം അക്കാദമി അവാർഡ് നാമനിർദ്ദേശങ്ങളും നേടിക്കൊടുത്തു. ദി മാസ്റ്റർ, ഇൻഹറന്റ് വൈസ് എന്നിവയിൽ ആൻഡേഴ്സൺ ഒരു ചലച്ചിത്ര നിർമ്മാതാവെന്ന നിലയിൽ തന്റെ വൈദഗ്ധ്യം തുടർന്നു. ദി മാസ്റ്ററിൽ പവർ ഡൈനാമിക്സ്, ഹ്യൂമൻ സൈക്കോളജി എന്നിവയുടെ സങ്കീർണതകൾ പര്യവേഷണം ചെയ്തു. അതേസമയം ഇൻഹറന്റ് വൈസ് കൂടുതലും നിയോ നോയർ ആഖ്യാനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. തന്റെ സംവിധാന മികവിനപ്പുറം ആൻഡേഴ്സന്റെ വേറിട്ട ദൃശ്യശൈലി അദ്ദേഹത്തെ ചലച്ചിത്ര മേഖലയിൽ വേറിട്ട് നിർത്തുന്നു. ലോങ് ടേക്കുകൾ, കോംപ്ലക്സ് ആയ ട്രാക്കിംഗ് ഷോട്ടുകൾ, കോമ്പോസിഷനിൽ ശ്രദ്ധ ചെലുത്തൽ എന്നിവയുടെ ഉപയോഗം ആഴത്തിലുള്ളതും ദൃശ്യപരമായി അറസ്റ്റ് ചെയ്യപ്പെടുന്നതുമായ ഒരു സിനിമാറ്റിക് അനുഭവം സൃഷ്ടിക്കുന്നു. ഒരു ആൻഡേഴ്സൺ സിനിമയിലെ ഓരോ ഫ്രെയിമും ലക്ഷ്യബോധത്തോടെയാണെന്ന് തോന്നിപ്പോകുന്നു. അഗാധമായ രീതിയിലുള്ള കഥ പറച്ചിലിന് ഈ സവിശേഷതകൾ സംഭാവന ചെയ്യുന്നു. യഥാർത്ഥ ജീവിതാനുഭവങ്ങളുടെ സങ്കീർണതകളെ പ്രതിഫലിപ്പിക്കുന്ന പോരാട്ടങ്ങൾ, വികലമായ എന്നാൽ ആപേക്ഷികമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. പുതിയ തലമുറയിലെ ചലച്ചിത്ര പ്രവർത്തകരെ അദ്ദേഹം തന്റെ സിനിമകളിലൂടെ എന്നും പ്രചോദിപ്പിക്കുന്നു. പാരമ്പര്യേതര കഥ പറച്ചിൽ സങ്കേതങ്ങൾ സ്വീകരിക്കാനും മനുഷ്യവികാരങ്ങളെയും മനസ്സിനെയും ആഴങ്ങളെയും പര്യവേഷണം ചെയ്യുന്നതിനും അദ്ദേഹം അവരെ സ്വാധീനിക്കുന്നു. വൈവിധ്യമാർന്ന തീമുകളും വിഭാഗങ്ങളും പര്യവേഷണം ചെയ്യാൻ ഭയമില്ലാത്ത ഒരു സംവിധായകൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ തുടർന്നുള്ള സിനിമകൾ അദ്ദേഹത്തിന്റെ പ്രശസ്തി ഉറപ്പിക്കുന്നത് തന്നെയാണ്. മഗ്നോലിയ മനുഷ്യ മനസ്സിൽ ആഴത്തിൽ ആഴ്ന്നിറങ്ങുമ്പോൾ പരസ്പര ബന്ധിതമായ കഥാപാത്രങ്ങൾ നെയ്തെടുക്കുന്നതിനുള്ള ആൻഡേഴ്സന്റെ അഭിനിവേശം പ്രദർശിപ്പിക്കുന്നു. വൈകാരികമായി പ്രതിധ്വനിക്കുന്ന ഈ സിനിമ ഒരുപിടി നല്ല അഭിനേതാക്കളെ ഉൾക്കൊള്ളിച്ചും കോംപ്ലക്സ് ആയ കഥാപറച്ചിൽ രീതി ഉപയോഗിച്ചുകൊണ്ടും സിനിമാ ലോകത്ത് ആൻഡേഴ്സന്റെ പ്രശസ്തി ഉറപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ സിനിമാ പാരമ്പര്യം വരും തലമുറകൾക്കും നിലനിൽക്കും.
തോമസ് ആൻഡേഴ്സന്റെ കഥ പറച്ചിലിനോടുള്ള അചഞ്ചലമായ അർപ്പണബോധവും കലാപരമായ വൈഭവവും ചേർന്ന് മഹാനായ ചലച്ചിത്ര നിർമ്മാതാക്കളുടെ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം എന്നും ഉയർന്നു തന്നെ നിൽക്കും.